മലപ്പുറത്തെ ഗ്രാമത്തിൽ മറിയുമ്മയുടെ വീട് ഒരുപാട് കാലമായ ഒരു കടങ്കഥയായിരുന്നു. ഭർത്താവ് മരിച്ച ശേഷം മറിയുമ്മയും അവരുടെ 3 പെൺമക്കളും, നഫീസ 40 വയസ്സ്, സുഹറ 38 വയസ്സ്, ഫാത്തിമ 36 വയസ്സ് മാത്രമാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത്. ചെറുപ്പത്തിൽ തന്നെ നല്ല സൗന്ദര്യവും വിദ്യാഭ്യാസവും ഉള്ളവരായിരുന്നു അവർ. എന്നിട്ട് 3 പേർക്കും എന്തുകൊണ്ടാണ് വിവാഹം നടക്കാത്തതെന്ന് നാട്ടുകാർക്ക് ഒരു ദുരൂഹതയായിരുന്നു. അതവരുടെ തലയിലെഴുത്താണ് എന്ന് പറഞ്ഞ് പലരും ആ വീടിനെ ഒഴിവാക്കി. ആ വീട്ടിലേക്ക് ആരും അതിക്രമിച്ച് കയറാൻ ധൈര്യപ്പെട്ടില്ല. പകൽ പോലും ഒരു നിഴലനക്കം അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ആ വീടിന് ചുറ്റും ഒരു മാന്ത്രിക മണം പരന്നു. കറ്റാർ വാഴയും തുളസിയും ചേർന്ന ഒരു പ്രത്യേക മണം. വൈകുന്നേരങ്ങളിൽ ജനൽക്കുള്ളിൽ നിന്നും തീനാളങ്ങൾ മിന്നിമറിയുന്നത് അയൽക്കാർ കണ്ടു. മറിയാമ്മയുടെ മക്കൾ ആ വീട്ടിൽ മന്ത്രവാദം നടത്തുന്നുണ്ടെന്ന് അവർ പറഞ്ഞു തുടങ്ങി. അവിവാഹിതരായ മക്കളെക്കുറിച്ച് കേട്ടും അടുത്ത് മറിയുമ്മ സ്വന്തമായി എന്തോ ദുർമന്ത്രവാദം ചെയ്യുന്നതാണെന്ന് പോലും ചിലർ പറഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയപ്പോൾ ആ വീട്ടിൽ പുതിയ ചില ശബ്ദങ്ങൾ കേട്ടു തുടങ്ങി. നെടുവീർപ്പുകൾ, മൃദമായി സംസാരിക്കുന്ന ശബ്ദങ്ങൾ, പിന്നീട് ഒരു കുഞ്ഞിൻ്റെ നേരിയ കരച്ചിലുകൾ. നാട്ടുകാർ ഞെട്ടി. 3 പെൺമക്കളും ഗർഭിണികളാണെന്ന വാർത്ത കാട്ടുതീ പോലെ പരന്നു. പക്ഷേ ഈ കഥയ്ക്കൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. നാട്ടിലെ യുവാക്കൾക്ക് പോലും ആ വീട്ടിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ആ വീട്ടിലേക്ക് ഒരു പുരുഷൻ പോലും കയറിയിട്ടില്ലെന്ന് അയൽക്കാർ ആണയിട്ട് പറഞ്ഞു. അതോടെ കഥകൾക്ക് വേറെ വഴിയിലേക്ക് തിരിഞ്ഞു. പള്ളിയിലെ ഉസ്താദ് മുതൽ പോലീസുകാർ വരെ ആ വീട്ടിലെത്തി. ചോദ്യം ചെയ്യലിൽ മറിയുമ്മ തളർന്നു. മക്കളും ഒന്നും മിണ്ടിയില്ല. ഈ രഹസ്യം പുറത്തു പറയാൻ കഴിയില്ല എന്ന് മാത്രം അവർ പറഞ്ഞു. പോലീസ് അന്വേഷിച്ചപ്പോൾ ആ വീട്ടിൽ ദുരൂഹമായ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരു തെളിവും ശേഷിപ്പിക്കാതെ അവരെവിടെ നിന്ന് ഗർഭിണികളായി. ഈ സംഭവത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ ഒരു യുവ പത്രപ്രവർത്തകനായ നസീർ അവിടെ എത്തി. മറിയുമ്മയോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവരൊഴിഞ്ഞു മാറി. പക്ഷെ നസീർ വിട്ടില്ല. രാത്രിയിൽ ആ വീടിൻ്റെ ജനലിന് പിന്നിൽ ഒളിച്ചു നോക്കി. ഒരു വലിയ മേശയ്ക്ക് ചുറ്റുമിരുന്ന് അവരെന്തോ ചെയ്യുകയായിരുന്നു. അവരുടെ മുഖത്ത് ഭയമായിരുന്നില്ല, അതൊരു തരം ആശ്വാസമായിരുന്നു. കയ്യിൽ എന്തോ ഒരു ദ്രാവകം വെച്ച് ഓരോരുത്തരും ഓരോ പാത്രത്തിലേക്ക് ഒഴിച്ചു. പിന്നീട് ഒരു കുഞ്ഞിൻ്റെ കൈത്തണ്ട പോലെ തോന്നിക്കുന്ന എന്തോ ഒരു സാധനം ആ പാത്രത്തിനുള്ളിലേക്ക് ഇടുന്നത് അവൻ കണ്ടു. അടുത്ത ദിവസം നസീർ ധൈര്യപൂർവ്വം ആ വീട്ടിലേക്ക് ചെന്നു. നേരിട്ട് മറിയമ്മയോടൊപ്പം ചോദിച്ചു, ഇന്നലെ രാത്രി നിങ്ങൾ എന്തായിരുന്നു ചെയ്തത്? മറിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ നസീറിനെ അകത്തേക്ക് ക്ഷണിച്ചു. ഇരുന്ന് സംസാരിച്ചപ്പോൾ ആ രഹസ്യം പുറത്തു വന്നു. നഫീസ, സുഹറ, ഫാത്തിമ എന്നിവർക്ക് ഗർഭപാത്രത്തിൽ വളരുന്ന ഒരുതരം മുഴകളുണ്ടായിരുന്നു. അതവരുടെ പ്രത്യുൽപാദന ശേഷി തടഞ്ഞു. ഡോക്ടർമാർക്ക് പോലും ഇതിനൊരു പ്രതിവിധി കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ അവർ പ്രതീക്ഷ കൈവിട്ടില്ല. ഒരു ആയുർവേദ ഡോക്ടറെ സമീപിച്ചു. വയറ്റിൽ നിന്നും മുഴകളെ പൂർണ്ണമായി നീക്കം ചെയ്യാൻ സാധിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. അതോടൊപ്പം ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ IVF എന്ന സാങ്കേതിക വിദ്യയിലൂടെ അവർക്ക് ഗർഭധാരണം സാധ്യമാക്കാമെന്നും പറഞ്ഞു. വീട്ടിനുള്ളിലെ മാന്ത്രിക മണം മുഴകൾ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രത്യേക മരുന്നുകളുടേതായിരുന്നു. തീനാളങ്ങൾക്ക് തീവ്രമായ വെളിച്ചം ആവശ്യമുള്ള ചില ആയുർവേദ ചടങ്ങുകളുടെ ഭാഗമായിരുന്നു. നസീർ ഈ കഥ പുറത്തുവിട്ടു. നാട്ടുകാർ ഞെട്ടി. അവരുടെ ആശയങ്ങൾക്കും സംശയങ്ങൾക്കും അപവാദങ്ങൾക്കും ഒരുപാട് അപ്പുറത്തായിരുന്നു ആ സത്യം. ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്ന് മറിയാമ്മയുടെ വീട്ടിൽ 3 കുഞ്ഞുങ്ങൾ പിറന്നു വന്നു. എല്ലാ ചോദ്യങ്ങൾക്കും ഒരു പുഞ്ചിരിയായിരുന്നു അവരുടെ മറുപടി. സയൻസും സ്നേഹവും ഒരുമിച്ച് ചേർന്നപ്പോൾ ആ ഗ്രാമം മുഴുവൻ ഒരു കുടുംബം പോലെ ആ വീട്ടിലേക്ക് നോക്കി. വീണ്ടും പുതിയൊരു കഥയുമായിട്ട് നമുക്ക് കാണാം.